മാതാപിതാക്കളോട് ചെയ്യുന്ന അനാദരവിന് പല രൂപങ്ങളുണ്ട്, അനുസരണക്കേടിന് പല രൂപങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തുകളിലും വ്യക്തമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അത്തഅഫുഫ്, അതായത് അവരോട് നീരസം കാണിക്കുക, അവരോട് ചെയ്യുന്ന വർത്തമാനം പറയുക. നിന്നോട് അവർ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, അതായത് നന്മയായിട്ടുള്ള ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യാൻ നിന്നോട് അവർ ആവശ്യപ്പെട്ടാൽ, നീ മനസ്സോടെ നീരസത്തോടെ ഇഷ്ടമില്ലാതെ മുറമുറുത്തുകൊണ്ട് അവരോട് പ്രതികരിക്കുക. ഇനി അവർ ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ നീ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നീ അത് ഇഷ്ടമില്ലാതെയാണ്, നീരസത്തോടു കൂടിയാണ് അവർക്ക് നീ ചെയ്തു കൊടുത്തതെങ്കിൽ നീ അവരെ അനാദരിച്ചു, അവരോട് അനുസരണക്കേട് കാണിച്ചു. നീ വിശാല മനസ്സോടെ സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി നീ അത് ചെയ്യുന്നത് വരേക്കും നീ അവരോട് അനുസരണക്കേടാണ് കാണിച്ചിട്ടുള്ളത്, അനാദരവാണ് കാണിച്ചിട്ടുള്ളത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതാണ്, മാതാപിതാക്കളിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നീ മാന്യമായ സംസാരം സംസാരിക്കുക, മാന്യമായ വാക്ക് പറയുക. പണ്ഡിതന്മാര് പറയുകയാണ്, ആ ചേ അല്ലെങ്കിൽ ഉഫിൻ എന്ന വാക്കിനേക്കാളും കുറഞ്ഞ ഒരു വാക്കുണ്ടെങ്കിൽ അല്ലാഹു തആല അത് അവിടെ പറയുമായിരുന്നു. അത്രയും കുറഞ്ഞ, അത്രയും നിസാരമായ വാക്കിനേക്കാളും ഒരു വാക്കുണ്ടായിരുന്നെങ്കിൽ ആ വാക്ക് പോലും നീ പറയാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്. ഈ ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അതായത് വാർദ്ധക്യം പ്രാപിച്ചിട്ടുള്ള അവസ്ഥയിൽ, മാതാപിതാക്കൾക്ക് വാർദ്ധക്യം പ്രാപിച്ച അവസ്ഥയിൽ, വാർദ്ധക്യം എന്നത് ഒരു മനുഷ്യൻ ശാരീരികമായി ദുർബലനായി തീരുന്ന അവസ്ഥയാണ്, ബലഹീനനായി തീരും. ശരീരത്തിന് മാത്രമല്ല ബുദ്ധിക്കും ബലഹീനത സംഭവിക്കും, ബുദ്ധി കുറഞ്ഞു പോകും. ശരീരത്തിന്റെ കൂവത്തും ബുദ്ധി, ഓർമ്മശക്തി എല്ലാം കുറഞ്ഞു പോകുന്ന സന്ദർഭമാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ സ്വബർ നഷ്ടപ്പെടും, അതുപോലെ തന്നെ ക്ഷമ നഷ്ടപ്പെടും, അതുപോലെ തന്നെ ദേഷ്യം കൂടും. ആ സമയത്ത് നിന്റെ മാതാപിതാക്കൾ നിന്നോട് ദേഷ്യപ്പെടും, അധികമായിക്കൊണ്ട് ദേഷ്യപ്പെടും, നിന്നെ ശകാരിക്കും, നിന്നെ ചീത്ത പറയും, ചിലപ്പോൾ ഉപദ്രവിക്കും. എന്നാൽ പോലും ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവരോട് ചെയ്യുന്ന വർത്തമാനം പോലും പറയരുത്. സ്വന്തമായി കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥ. അത് നീ വൃത്തിയാക്കേണ്ടി വരും. ഒരുപക്ഷെ അവർ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യും. പല തവണകളായിക്കൊണ്ട് നീ അത് വൃത്തിയാക്കേണ്ടി വരും. ചിലപ്പോൾ അവർ നിന്നോട് ദേഷ്യപ്പെടും. ആ സമയത്ത് നീ അവരോട് ചെയ്യുന്ന വർത്തമാനം പോലും പറയരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, നീ അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞത്, വാർദ്ധക്യത്തിന്റെ അവസ്ഥ അവർക്ക് എത്തിക്കഴിഞ്ഞാൽ, കാരണം ആരോഗ്യമുള്ള അവസ്ഥയിൽ അവർക്ക് നിന്റെ സഹായം ഒരുപക്ഷെ ആവശ്യം വരില്ല, സന്താനങ്ങളുടെ മക്കളുടെ ആവശ്യമുണ്ടായിരുന്നെന്ന് വരില്ല, സഹായം ആവശ്യമായി വരില്ല. എന്നാൽ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലാണ് അവർക്ക് സന്താനങ്ങളുടെ ആവശ്യം കൂടുതലായി കൊണ്ടുവരിക. ആ സമയത്താണ് മക്കൾക്ക് അങ്ങേയറ്റത്തെ സ്വബർ വേണ്ടത്, ക്ഷമ വേണ്ടത്. അതുകൊണ്ട് നീ അവരോട് അങ്ങേയറ്റം ക്ഷമ കാണിക്കണം. സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി അവർക്ക് നീ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം.